ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇച്ചോട്ടി ഒരു നല്ല ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എണീച്ചതേ ഉള്ളൂ. അങ്കൻവാടിയിലെല്ലാം പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോ നമ്മൾ ഒരു സ്ഥലം വരെ പോവാന്ന്. ഏട്ടനും ഞാനും ഉണ്ട്. ബാക്കിൽ സാധന സാമഗ്രികളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ചാല് നമ്മൾ ഏകദേശം എത്താനായി ഡെസ്റ്റിനേഷൻ കാസർഗോഡ് ഭാഗത്തേക്കാണ്, അതായത് ഹേച്ചിന്റെ വീട്ടിലേക്കാണ് കേട്ടോ, ചന്തയിലേക്കാണ്. അപ്പൊ നമ്മള് ഇപ്പൊ സമയം കുറേ വൈകിട്ട് 6:40 1 മണിക്കൂർ ബ്ലോക്കിൽ അങ്ങനെ പിടിച്ചു നിന്നു. തീരെ ഇറങ്ങാൻ പറ്റാത്ത ബ്ലോക്ക് പഴയങ്ങാടി ആടെ. അതുകൊണ്ട് നല്ലോണം ലേറ്റ് ആയി എത്താൻ വേണ്ടിയിട്ട്. മാള ചേച്ചി അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. സമയം 6:56 7 മണിയാവാനായേ. എന്താ നമ്മള് എത്താനായി. ഒരു കുറച്ചു നേരം കൂടെ, 5 മിനിറ്റിന്റെ ദൂരം കൂടിയേ ഉള്ളൂ. കുറച്ച് ഇരുട്ടാവലായി. ഇവിടെ അമ്പലത്തിൽ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വൈകി പോയി. നമ്മള് വീട്ടിലെത്തിയേ. ഇത് അങ്ങോട്ടേക്ക് കയറ്റുമെന്ന്. ഇവിടെ എന്തെല്ലോ പണിയെല്ലാം നടക്കുന്നുണ്ട് വീട്ടിന്റെ എല്ലാം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വണ്ടി അങ്ങോട്ട് കയറ്റി വെക്കട്ടെ. മാള ചേച്ചി ഒന്ന് നോക്കിക്കുന്ന നിച്ചട്ടിനെ എടുക്കറാ. എടുത്ത് കൊണ്ടുപോയിക്കോ. അകത്ത് കൊണ്ട് ചേട്ടാ ഈ സാധനത്തിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ. എന്തിന്റെ വിശേഷം? സ്കൂളിൽ പോയിട്ടേ ട്യൂഷന് പോയാ? രാത്രി വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. ഇത് അടുത്ത ദിവസം രാവിലെയാണേ. തലേ ദിവസം അച്ഛനും അന്തമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. അതുകൊണ്ട് പ്രതീക്ഷിക്കാതെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി. അവർക്ക് രാവിലെ തന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ആവശ്യമുണ്ടായതുകൊണ്ട് അവരങ്ങ് പോയി. ബാക്കി നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുവാണേ. രാവിലത്തെ ഫുഡെല്ലാം റെഡിയായി. രാവിലെ ഒന്ന് ചായക്കടി പുട്ടും ചെറുപയറ് കറിയാണ്. ഉച്ചക്കേക്ക് 2-3 പണിക്കാറുണ്ട്. മേലെ ഷീറ്റ് ഇടുന്നുണ്ട്. ഇവിടെ വീട് പണി നടക്കുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിന് ഷീറ്റ് ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 2-3 പണിക്കാറുണ്ട്. അവർക്കും ഫുഡ് വേണം. അതുകൊണ്ട് അതും കൂടെ വേഗം ആക്കിയത്. ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കണം അത്ര. എല്ലാവരും പിള്ളേരെല്ലാം ഓരോ വഴിക്കുണ്ട് അത്രേ. ഇനി പല്ലെല്ലാം തേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കണം. സമയം 8-9 മണിയാണ് കേട്ടോ. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കട്ടെ. ഇച്ച് വേഗം ഫിനിഷ്. അമേരിക്കണോ? അമേരിക്ക. മോള് വേഗം തിന്ന്. ഓ, മാളു ചേച്ചി അമ്മമ്മേന്റെ നാരങ്ങ കറിയും കൂട്ടിട്ടാ പുട്ട് തിന്നേ. നിച്ചിന്റെ ടീച്ചർ അമ്മമ്മേന്റെ രസമുണ്ടാ? നിച്ചിന്റെ അമ്മമ്മനെ പാപ്പിനിശ്ശേരിയത്തെ അമ്മമ്മേനെ ടീച്ചർ അമ്മ ഇഷ്ടായിനാ മാളുവിനെ? ഇന്നലെ ആന്റി കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. ഓളി വെച്ച് ആന്റി ആക്കിയതാണെന്നല്ലേ? അങ്ങനെ തന്നെ ഇരുന്നാ മതി. വെറുതെ പറഞ്ഞോ ആയിരിക്കാം. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ പുറത്തു പോകുമ്പോഴായാലും ഈ ചൂടെന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായാലും നമ്മൾ രാവിലെ തന്നെ സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും. വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ അത് സ്കിൻ ഡാമേജ് ഉണ്ടാക്കുമോ, സണ്ണിന് ശരിക്കും പ്രൊട്ടക്ഷൻ കിട്ടൂല്ലയോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ഗ്ലോയി ആയിട്ടുള്ള നമ്മുടെ സ്കിന്നൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ആയിരിക്കൂലേ? അതിന്റെ കൂടെ തന്നെ സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയും വേണം. അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മമാ എർത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടറും നയാസിനമൈഡും ആണ്. അതുപോലെ തന്നെ മെഡ്സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ്ഫുൾ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന റൈസ് വാട്ടർ നമ്മുടെ സൺ ഡാമേജ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഡ്യൂയി ഗ്ലാസ് സ്കിൻ ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്നു. നയാസിനമൈഡ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ടോൺ ഈവൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ബെസ്റ്റ് സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ SPF വരുന്നത് 50 ആണ്. അതുപോലെ തന്നെ PA++++ പ്രൊട്ടക്ഷനും കൂടെ വരുന്നുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ തീരെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ലോണം ഒന്ന് റിഫ്രഷ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു നമ്മുടെ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഈ സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഈ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ അല്ലാതെ മമാഎർത്തിന് ഇപ്പോൾ വേറെയും റേഞ്ച് ഓഫ് സൺസ്ക്രീൻസ് ഒരുപാടുണ്ട്. അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വരുന്നത് ബീറ്റ്റൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആണ്. അത് സൺ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. സൺ പ്രൊട്ടക്ഷൻ്റെ കൂടെ തന്നെ ഒരു റേഡിയന്റ് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് വൺ വരുന്നത് ഡീടാൻ സൺസ്ക്രീൻ ആണ്. ഉപ്ടാൻ ഡീടാൻ സൺസ്ക്രീൻ ആണ്. അതിൽ സ്കിൻ ഡീടാൻ ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ചെയ്യാനും സൺ പ്രൊട്ടക്ഷൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വൺ വരുന്നത് അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് വരുന്നത്. സൂത്തിങ് ആണ്, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മമാഅർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ അതിൽ ഹാംഫുൾ കെമിക്കൽസോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. എല്ലാം നേച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മമാഅർത്ത്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ സൈറ്റ്സിലും അതുപോലെ തന്നെ മമാഅർത്തിൻ്റെ ആപ്പിലും അവൈലബിൾ ആണ്. ആപ്പിൽ നിന്നും സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് RW2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. മമാഅർത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളും സെയിലും ഒക്കെ നടക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫ്ലൈൻ പ്രസൻസ് കൂടിയുണ്ട്. നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഷോപ്സിലും ഈ മമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ മമാഅർത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ മമാഅർത്തിനെ അറിയിക്കാൻ പറ്റും. ഒനിയൻ ഷാമ്പു ഒക്കെ മമാഅർത്ത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ അനുസരിച്ചിട്ട് അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ചേച്ചി ടാറ്റാ. മാള ചേച്ചി പാട്ട് ക്ലാസ്സിന് പോവാനേ, പാപ്പനാന്ന് കൊണ്ടാക്കുന്നെന്ന്. ഓ ഈ രണ്ടാളും ഇതിൽ പോവാൻ തന്നെയാ? ഓ ഞാൻ വെച്ച് പൊന്നു സൈക്കിളെടുത്ത് പോവാന്ന്. മെല്ലെ പോയാ മതി. നമുക്ക് ഇതിൽ പോവല്ലേ? ആരും ഓടിക്കല്ലേ നിച്ചുട്ടി? ഇല്ല ഓടിക്കൂല. നമുക്കൊന്നും ഓടിക്കാൻ അറിയില്ല. ഓടിക്കാൻ അറിയാ. മാള ചേച്ചി പോന്ന വീഡിയോ എടുക്കണം പോലും. ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? കേറിയാ? ഞാൻ വരുന്നില്ല. അപ്പോൾ വീട് പണി എവിടം വരെ ആയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മുകളിലേക്ക് എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എൻ്റെ മുകളിലേക്ക് കയറുമ്പോഴുള്ള അഭ്യാസ പ്രകടനം ഇപ്പം കണ്ടേ. പുറത്തായിട്ടൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അവിടുന്ന് നേരെ കയറുന്നത് ഹാളിലേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലോറിൻ്റെ പണിയാണ് ചെയ്യേണ്ടത്. തേപ്പും അതുപോലെ തന്നെ വെള്ളവീശലും എല്ലാം കഴിഞ്ഞു. വയറിങ്ങും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലോറിങ് ചെയ്യാൻ തുടങ്ങണം, ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ മേലെ 3 റൂമാണുള്ളത്. ഇത് ഒരു റൂമാണ് കേട്ടോ. ഫ്രണ്ട് സൈഡിലായിട്ട് ഫ്രണ്ട് വ്യൂ കിട്ടുന്ന 2 റൂമും പിന്നെ ബാക്കിലായിട്ട് 1 റൂമും അങ്ങനെയുള്ളത്. ബാത്റൂമിൽ നിലം ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഏച്ചിയും പൊന്നും കൂടെ പോകുന്നുണ്ട്. അവർ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീട് പണി എന്തായി എന്നുള്ളത് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഉറങ്ങും പാടെ മേലെ അതാ. ഇനി ബാക്ക് സൈഡിലായിട്ട് 1 റൂമും കൂടി ഉണ്ട്. അവിടെ 2-3 പണിക്കാറുണ്ട് കേട്ടോ. അവിടെ പുറത്ത് ടെറസിൽ ഷീറ്റ് ഇടുന്നുണ്ട് മുകളിൽ. അപ്പോൾ അവർ അവിടെ നിന്നാണ് ആ റൂമിൽ നിന്നാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റൂം ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് പിന്നെ വീട് പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. താഴെ നിന്ന് സ്റ്റെയർ കയറിയിട്ട് വരുമ്പോൾ ഈ നേരെ ഹാളിലേക്ക് വരും. നമ്മൾ താഴേക്ക് കൂടെ അവിടെ ഫുൾ എന്തെല്ലോ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാന്നുള്ളത്. ഇവിടുന്ന് പൊടിയും ഇതൊന്നും താഴേക്ക് ഡയറക്റ്റായിട്ട് ഹാളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറം വഴി കയറി വരുന്നത്. പൊന്നു ഇറങ്ങിക്കോളൂ, നീ ഇറങ്ങാതെ. പകുതി പോലെ എത്തിയില്ല. വീഡിയോ എടുക്കുന്നുണ്ട്. അതിന് കുറച്ച് നിച്ചുകൊണ്ട് പറ. മുക്ക പിച്ചോ, മുക്ക പിച്ചോ.
ഞാനിങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ടെല്ലാം തോന്നുമെങ്കിലും ഒട്ടും ഓവറല്ല കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര പേടിയാന്ന് ഹൈറ്റ്, എനിക്ക് തലയിട്ടുന്ന പോലെയെല്ലാം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ മുറുക്കെ പിടിച്ച് ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും അയ്യേ ഇതെന്നാ കളിക്കുന്നതെന്നല്ലോ, പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അത്രയും പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് പേടിയാറാ. എങ്ങനെയുണ്ട്? മറ്റേ ഏറുമാടത്തില് പോയ പോലെ ഉണ്ട്. ഇവിടെ നമ്മളെവിടെയാന്ന് മൂന്നാർ പോയിട്ട് ഏറുമാടത്തിൽ കയറിയിട്ടില്ല ഞാൻ, ഇവരും കയറിയിട്ടില്ല. പക്ഷെ ഇത് അതിനെക്കാട്ടും സ്ലോപ്പ് ഉണ്ട്, കാണുന്ന പോലെ ആ പിടിയുള്ളതുകൊണ്ട് കുറച്ച് സമാധാനം. ആ പിടിയും ഇല്ലെങ്കിൽ എന്നാക്കല് ഇതിലെ കൂടിയല്ല ഈ കല്ലും എടുത്തിട്ട് പണിക്കാർ കയറുന്നു. അവര് എക്സ്പേർട്ട് ആയില്ലേ. ഈ പിടിയില്ലോണ്ട് പിന്നെ ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ ഹൈറ്റിലാവുമ്പോ എനിക്ക് ഹൈറ്റിനുള്ളിൽ ഇങ്ങനെ ഉറക്കും. അതാണ് പ്രശ്നം. പേടിച്ച് വീട് പുറത്തുനിന്ന് മേലെ ഇതാക്കിനി, മേലെ ഇത് കെട്ടീനി, ആർത്തേക്ക് വേണി വെക്കണം. അത്ര തോക്ക് കാണിച്ചാ പൊന്നോട്ടാക്കിയ തോക്കാണ് ഇത്. പൊന്നോ മറ്റേ വയറിങ്ങിന്റെ ഇത് കഴിഞ്ഞിട്ട് പൈപ്പ് ബാക്കി ഉണ്ടായിനെ, അതിനെ കൊണ്ട് ഇതാ ഒരു തോക്കാക്കിട്ട് നോക്കിയാൽ കറക്റ്റ് തോക്ക് പോലെ തന്നെ ഉണ്ട്. വലിയ തോക്ക് അല്ലേ ചേട്ടാ? അല്ലേ? അന്ന് പൊന്നോട്ട മുട്ടായി മേക്കാൻ പോയാ? ഒരു ദിവസം 1 മുട്ടായി തിന്നോട്ടു എന്ന് പറഞ്ഞപ്പോ അനുസരിച്ചിട്ടേ. ഉച്ചക്കേക്കുള്ള കറികളെല്ലാം അതിൻ്റെ ഇടയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാബേജ് വറവ് അവിടെ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിനി. അതുപോലെ തന്നെ പരിപ്പും വെള്ളരിയും കറിയും അവിടുന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഗ്യാസ് സിമ്മിലിട്ടിട്ടാണ് മേലേക്കെല്ലാം പോയത്. ആ സമയം കൊണ്ട് അത് കുക്കായിട്ട് വരുമല്ലോ. ഞാൻ അവിടുന്ന് വറവ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് മേലെ അവർ പണിയെടുക്കുന്നതിൻ്റെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ കാണും. ഞാൻ ചെന്നപ്പോൾ ലൈറ്റ് പെട്ടെന്ന് ഓർമ്മ വന്നു അവർ പണിയെടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. നിച്ചുലപ്പുറ കളിക്കറ വൈകേ കളിക്കൂല വീണക്കല്ല. ആരാ പോയിനി? വെയില് ഇപ്പൊ വരും. വെയില് വെള്ളം കുടിക്കാൻ പോയതാണ്, ഇപ്പൊ വരും. പിള്ളേരെ ചോറുണ്ണാ പിള്ളേരെ? ചേച്ചി പാട്ടിനും ഡാൻസിനെല്ലാം പോയിട്ട് വന്നുവാ? ഇന്ന് പുതിയ ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിച്ചിനാ? ക്ഷീണം പിച്ച കാണിച്ചു തരുമോ? ഇന്ന് എന്ത് സ്റ്റെപ്പ് പഠിച്ചെന്ന് കാണിച്ചു തരുമോ? ഡാൻസ് കളിക്കണേ. മാളു ചേച്ചി കളിക്കുന്ന പോലെ കളിക്കോ? ഇല്ലേ, നമ്മ ഡാൻസ് ഒന്നും കളിക്കാറില്ല കുട്ടി. മോര് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് അമ്മേന്റെ സ്പെഷ്യൽ മോര് കറിയാണ്, അടുത്ത അമ്മേന്റെ. അപ്പൊ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് മോര് കാച്ചിയത്. ഫുഡെല്ലാം ഇത് റെഡിയാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവര് ഫുഡ് കഴിക്കാൻ താഴേക്ക് വരണം. അത്ര വരുമ്പോഴേക്കും കൊടുക്കാലോ, നമുക്കും കഴിക്കണം അവർക്കും. പരിപ്പ് കറി. ഈ സ്ലേറ്റ് എല്ലാം കാണുമ്പോൾ നൊസ്റ്റാൾജിയ. ഫുൾ പാക്കറ്റ് പെൻസിലാണോളാം. പണ്ട് മറ്റേ ഒരു കറുപ്പ് പെൻസിൽ ഉണ്ടായിട്ടില്ലേ നമ്മൾ സ്ലേറ്റിൽ എഴുതുന്നേ? ഒരു വൃത്തിയില്ലാത്ത പോലത്തെ എഴുതുന്ന ഒരു പെൻസിൽ ഉണ്ടായിട്ടേ. അന്നേരം ഇങ്ങനത്തെ പെൻസിൽ കിട്ടാൻ വേണ്ടിട്ട് കൊതിയാന്ന്. വെള്ള പെൻസിൽ നമുക്കൊന്നും ഉണ്ടാവില്ല, വല്ലപ്പോഴേ ഉണ്ടാവുമല്ലോ. കറുപ്പ് പെൻസിൽ അതിപ്പോ ഇല്ല കറുപ്പ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നു. റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിയിട്ടില്ല. എന്നാൽ രാത്രി കുറേ വൈകി ഉറങ്ങാൻ പുലച്ചൊക്കെ എണീക്കുകയും ചെയ്തില്ലേ. എന്നിട്ട് പിന്നെ കിടന്നിട്ട് കാര്യമായിട്ട് ഉറക്കമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം കുറച്ചു നേരം ഉറങ്ങാൻ വിചാരിച്ചാണ്, പക്ഷെ ഉറക്കം കിട്ടിയിട്ടില്ല. പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒച്ചപ്പാടെല്ലാം. അപ്പൊ വൈകുന്നേരമായി. ചായ റെഡി. സൈഡാക്ക പിള്ളേരെ അമ്മ കൊടുക്ക്. ആർക്കും ചായ കുടിക്കലാമാ? കുടിച്ചോ? നിന്റെ അമ്മ എന്തേ? അപ്പൊ നമ്മളിതാ റെഡിയായി പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. റിസപ്ഷന് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പം അതിന് വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുന്നേ. അതുവഴി നേരെ വീട്ടിലേക്കും പോകണം. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേ. നീച്ചോട്ടി ഇതാ പിങ്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. പോയിട്ടേ. അപ്പൊ നമ്മള്
ഇറങ്ങുവാന്ന് കേട്ടോ. ഏച്ചി കുടുംബശ്രീക്ക് പോയിട്ടുണ്ട്. പ്രമോട്ടൻ വന്നു കേട്ടോ, മംഗലാപുരം പൊന്നിന്ന് പറഞ്ഞില്ലേ. അപ്പം പ്രമോട്ടൻ എത്തിയിട്ടുണ്ട്. പൊന്നു പ്രമോട്ടനെ വിളിക്കാൻ പോയിട്ടുണ്ട് മേലെ പണിയെടുക്കുന്നിടത്തേക്ക്. അപ്പം ടാറ്റാ കൊടുക്കും രണ്ടാക്കും. ഓക്കെ ടാറ്റോനോ ബാ എല്ലാം എടുക്കും. അച്ഛൻ വണ്ടി എടുക്കട്ടെ. നമ്മള് വീട്ടിൽ നിന്ന് വിട്ടു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ആകാശത്ത് പെയ്യോന്ന് അറിയില്ല. ഇന്ന് രാവിലെ ഒരു മഴ പെയ്തതേ ഉള്ളൂ. പിന്നെ നല്ല വെയിലാ ഉണ്ടായ. പെയ്യുമായിരിക്കും ചിലപ്പോ. വെള്ളമേഘവും ഉണ്ടല്ലേ. നിച്ചോട്ടിക്കാണെങ്കിൽ ഉറക്കം തൂക്കി നിൽക്കുന്നുണ്ട്. നിച്ചു ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. മാളു ചേച്ചിന്റെ കൂടെ കളിയോ കളി, ഉച്ച ഉറക്കോ ഒന്നുമില്ല. ഉറങ്ങിയിട്ടെന്ന് പറയുമ്പോ കണ്ണുപോട്ടെന്ന് കളിപ്പൂച്ച കളിപ്പെണ്ണ്. പയ്യന്നൂർ അമ്പലത്തിന്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ്. അപ്പൊ ഇവിടുന്ന് ഒരു അരമണിക്കൂർ മാക്സിമം ഉണ്ടാവും. എനിക്ക് ഈ റെയിൽവേ ട്രാക്കിലേക്കൂടെ പാസ് ചെയ്യുമ്പോ എപ്പോ പേടിയാണ്. അപ്പൊ ഞാൻ വെറുതെ അപ്പുറം റോഡ് ക്രോസ് ചെയ്യുന്നോളം നോക്കും. എനിക്കൊരു ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കി പോകും ഇവിടെ എത്തുമ്പോ അറിയാണ്ട്. 10 മണി നല്ല ഉറക്കാണ്. റിസപ്ഷന് പോകാനായിട്ട് വന്നിട്ട് റിസപ്ഷൻ ആയിരുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരേട്ടനാണ് കേട്ടോ. കോറോത്ത് എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരേട്ടനുണ്ട്. നമ്മൾ പണ്ടേ ഒപ്പരം കളിച്ചു വളർന്നേന്നല്ല, എന്നാലും പരിചയമുള്ള ഫ്രണ്ട്സിനെ പോലെ ഉണ്ടായതാണ്. അപ്പൊ ആ ഒരു ഏട്ടന്റെ റിസപ്ഷനാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് കല്യാണം കഴിഞ്ഞു കാഞ്ഞങ്ങാടുന്ന്. അപ്പൊ ആ റിസപ്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറെ നാട്ടുകാരിൽ ഉണ്ടാവുമായിരിക്കും. അതും കൂടെ അവരെല്ലാം കൂടെ കാണാലോ. അവരെല്ലാം ഇപ്പോഴേ എത്തുമോ അറിയില്ല. എന്നാൽ ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. നമ്മൾ പയ്യന്നൂർ അമ്പലത്തിലെത്തിയേ. ഇതാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ ആരാധനാ മഹോത്സവം ഉണ്ടാവലുണ്ട്. പണ്ട് സ്ഥിരം വരുന്നതാണ് അമ്പലത്തിലെ ഉത്സവത്തിന്. ഇപ്പൊ കുറെ വർഷമായി വന്നിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലം. ഇതിനടുത്ത് 2-3 ഓഡിറ്റോറിയം ഉണ്ട്. അതിൽ നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് നമുക്ക് വണ്ടി വെക്കണം. ആരാധന ഓഡിറ്റോറിയത്തില് നമ്മളവിടെ എത്തുമ്പോഴേക്ക് ചെക്കനും പെണ്ണും വരുന്നതേ ഉണ്ടായിട്ടുള്ളൂ. ഇതാ എൻ്റെ ഫ്രണ്ട് മൃദുല. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മുന്നേ. അപ്പോൾ മൃദുലേൻ്റെ വാവിയും മൃദുലേൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അടുത്തുള്ളത്. അവർ വന്നിട്ടുണ്ടായി. ഇനി മെയിനായിട്ട് ഇന്ന് പോകുന്നതിന് ആ മൃദുലേനെ കാണാലോ, കുറേ ആയല്ലോ കണ്ടിട്ട് എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിന്. അപ്പോൾ ഇതാ വാവേനെയും കണ്ടിട്ട് കുറേ ആയി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി വാവേനെ കണ്ടിട്ട്. വാവയാണെങ്കിൽ ഇതുവരെ കാണാത്ത പോലെ നോക്കുന്നുണ്ട്. ഇതുവരെ കാണാത്ത പോലെ നല്ല കണ്ടിട്ടും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നിച്ചു കൈ പിടിച്ച നിച്ചുട്ടി. നിച്ചുനെ എടുക്കാൻ വേണോ? അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ഫോട്ടോ എടുക്കാൻ കയറി. ഫോട്ടോയെല്ലാം എടുത്തേ. അപ്പം ഞാൻ സെൽഫി എടുക്കുന്ന ചോദിച്ചിട്ട് പാവം നോക്കിയതാണ് രണ്ടാളും. അപ്പം ഞാൻ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ അയ്യോ യൂട്യൂബിലേക്കാണോ എന്നെല്ലാം ചോദിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങി കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഫുഡ് കഴിക്കാൻ നമ്മൾ പോയ സമയത്ത്. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. ഞാനും മൃദുലയും കൂടെ കുറേ ആയില്ലേ കണ്ടിട്ട്. 2 വാവകളെല്ലാം വെച്ച് ഫോട്ടോയെല്ലാം എടുത്തിട്ട് ഭയങ്കര സന്തോഷമായിട്ട്. ഇന്ന് പോയതിൽ അന്നേ കല്യാണം വിളിച്ചപ്പോഴേ നമ്മൾ രണ്ടാളും പറഞ്ഞതാണ്, കല്യാണം വിളിച്ചാൽ കുട്ടാപ്പിയിട്ട് വിളിച്ചാൽ നമുക്ക് പോണ്ടേന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. നിച്ചും നൈഹവാവിയും നൈഹവാവി ഇങ്ങനെ അറിയാനായ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞു. അതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു. വാവേനെ ഞാൻ കുറച്ച് നേരം എടുത്ത് നടക്കുകയെല്ലാം ചെയ്തു. അങ്ങോട്ടേക്ക് പോകാനെന്നെല്ലാം പറയുമ്പോൾ വാവ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം വന്നു. നിച്ചുവിനും ഫോട്ടോയിൽ കണ്ടിട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഒരു ഇങ്ങനെ കാണാത്ത പോലെ ഉണ്ടായിട്ടില്ല മൃദുലേനെ ആയാലും വാവേനെ ആയാലും. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയേ നേരെ വീട്ടിലേക്ക് പോവാന്ന്. ഇന്ന് നേരെ പാപ്പിനിശ്ശേരിക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമായി. കുറെ ആളെ കണ്ടു. പിന്നെ മൃദുലേനെ കാണാത്ത കുറേ ആയി. മൃദുലേനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഡെലിവറി ഓള് പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും നമ്മൾ കാണാൻ പോയിനി. പിന്നെ വാവേന്റെ 28-ന് ഉണ്ടായിന് വീഡിയോ. അത് ഇപ്പൊ വാവ വലുതായി, 1 വയസ്സെല്ലാം കഴിഞ്ഞു. ബർത്ത്ഡേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട. അപ്പൊ അങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ മൃദുലേനെ കണ്ടുകൊണ്ട്. ഞാൻ എന്താ പയ്യന്നൂരേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പയ്യന്നൂരെല്ലാം പോകുമ്പോൾ പ്രത്യേക ഒരു വികാരം. പണ്ട് ഓടി നടന്ന് കളിച്ച സ്ഥലമല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ